അദ്ദേഹം UDF-നെ പറ്റിയാണ് പറഞ്ഞത്. പക്ഷേ അത് ഉണ്ടായത് LDF-നെ പറ്റിയാണ്. LDF-ന്റെ ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDF-ന് സാധിച്ചു. കോഴിക്കോട് കോർപ്പറേഷനെ അതെ, രമേശ് ചെന്നിത്തലയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം UDF-ലേക്ക് ചാഞ്ഞത് എങ്ങനെയാണ് എന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ തിരിച്ചടി ഉണ്ടായത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. നമ്മൾ ഈ ഫലപ്രഖ്യാപനത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF-നും തിരുവനന്തപുരത്ത് NDA-ക്കും അടക്കം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാണ് അതിൻ്റെ പരോക്ഷ സൂചനയായിട്ട് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളും അതേപോലെ തന്നെ ജനദ്രോഹമായിട്ടുള്ള നയങ്ങളും അത് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല. 6 കോർപ്പറേഷനുകളിൽ 4, 86 മുനിസിപ്പാലിറ്റികളിൽ 54, 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 82. ഞാനീ പറഞ്ഞു വരുന്നത് UDF-ന്റെ നേട്ടങ്ങളാണ്. 6 കോർപ്പറേഷനുകളിൽ 4, 86 മുനിസിപ്പാലിറ്റികളിൽ 54, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 82, 941 ഗ്രാമപഞ്ചായത്തുകളിൽ 438, 14 ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയും 7 നേടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം UDF പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. തുടർഭരണത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന LDF-നെ സംബന്ധിച്ചിട്ട് വലിയ തിരിച്ചടിയും നിരാശയും ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് UDF-നെ സംബന്ധിച്ചിട്ട് വലിയ നേട്ടമുണ്ടായിരിക്കുന്നു. ഒപ്പം കോർപ്പറേഷനിലും ഗംഭീരമായിട്ടുള്ള വിജയം നേടിക്കൊണ്ടാണ് UDF-ന്റെ മുന്നോട്ട് പോക്ക്. കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് മാത്രമാണ് LDF-ന് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത്. അവിടെയും ഗണ്യമായ തോതിൽ സീറ്റുകൾ നഷ്ടമായതും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് മികച്ച ലീഡുമായിട്ട് കുതിക്കുന്ന NDA, തിരുവനന്തപുരത്ത് മികച്ച ലീഡുമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു NDA. അവിടെ NDA BJP തിരുവനന്തപുരം ഭരിക്കാൻ പോകുന്നു. മുനിസിപ്പാലിറ്റികളിൽ 2020 നഷ്ടപ്പെട്ട ഭൂരിപക്ഷം ഇടങ്ങളും UDF തിരിച്ചു പിടിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ UDF നടത്തിയത് വൻ മുന്നേറ്റമാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF-ന് വലിയ രീതിയിൽ മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞു. പാലക്കാട് നഗരസഭയിൽ UDF-ഉം NDA-യും ഒപ്പത്തിനൊപ്പം എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒപ്പം പാലക്കാട് നഗരസഭയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 10 വർഷം തുടർച്ചയായിട്ട് ഭരണം നേടിയ BJP ഇത്തവണ പിറകിലായി എന്നുള്ളതാണ്. 4 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായി അവർക്ക്. 35 വാർഡുകളിൽ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ 17 വാർഡുകളിൽ LDF വിജയം നേടി. കൊല്ലം കോർപ്പറേഷനിൽ വലിയ തിരിച്ചടിയാണ് LDF നേടിയത്. LDF-ന്റെ ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ മൊത്തത്തിലുള്ള നിരാശാജനകമായ പ്രകടനത്തിലെ ഏറ്റവും നിരാശാജനകമായിട്ടുള്ള പ്രകടനമായിട്ട് കൊല്ലം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടി അവർക്ക് ആലോചിക്കേണ്ടി വരും. 3 തവണ കോർപ്പറേഷൻ്റെ മേയറായിരുന്ന ഹണി ബെഞ്ചമിൻ, ഒപ്പം തന്നെ മുൻ മേയർമാരായിട്ടുള്ള V രാജേന്ദ്രബാബു, മുൻ ഡെപ്യൂട്ടി മേയറായിട്ടുള്ള വിജയ ഫ്രാൻസിസ് എന്നിവരൊക്കെ തോറ്റ് തുന്നമ്പാടി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് നേതാവ് കുരുവിള ജോസഫിനോടാണ് ഹണി തോറ്റത്. ഹണി എന്ന് പറയുന്നത് 3 തവണ കൊല്ലം കോർപ്പറേഷൻ്റെ മേയറായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം. ഒപ്പം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇരട്ടിത്തിളക്കമുള്ള വിജയം എന്നുള്ളതിലേക്കാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDF-ന്റെ സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ വിജയത്തെ കാണേണ്ടി വരുന്നത്. LDF-ന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള മുട്ടടയിൽ അഡ്വക്കേറ്റ് അംശു വാമദേവനെ പരാജയപ്പെടുത്തിയാണ് വൈഷ്ണ സുരേഷ് ജയിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയതിനെ തുടർന്ന് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം വിവാദത്തിലായത് പ്രേക്ഷകർക്കറിയാം. ഹൈക്കോടതി വരെ നീണ്ട നിയമയുദ്ധത്തിനൊടുവിലാണ് വൈഷ്ണയ്ക്ക് മത്സരിക്കാൻ സാധിച്ചത്. അതിൻ്റെ പ്രത്യേകത വലിയ രീതിയിലുള്ള മാനസിക സംഘർഷവും സൈബർ ആക്രമണവും ഒക്കെ ഒരുപാട് അനുഭവിച്ചുവെന്നും ഇത് അഭിമാനകരമായിട്ടുള്ള നിമിഷമാണ് എന്നുമാണ് ഈ ഇരട്ടിത്തിളക്കമുള്ള വിജയത്തെ തുടർന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിജയിയായിട്ടുള്ള വൈഷ്ണ സുരേഷ് കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. മുട്ടടയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ വിജയമാണ് ഇത് എന്നുകൂടി കേരള വിഷൻ ന്യൂസിനോട് വിജയിച്ച വൈഷ്ണ പ്രതികരിക്കുകയുണ്ടായി. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ NDA സ്ഥാനാർത്ഥി T രനീഷ് അട്ടിമറി ജയം നേടിയ കാര്യം കൂടി കോഴിക്കോട്ടെ നിരാശാജനകമായ പ്രകടനത്തിനിടയിലും LDF ഓർക്കണം. അവിടെ ഇഞ്ചോടിഞ്ച് എന്നുള്ള ഒരു അസ്വസ്ഥതയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്. മുൻ DCC പ്രസിഡന്റും MLA-യുമായിരുന്ന AV ഗോപിനാഥ് കോഴിക്കോട് വൻ തോൽവി ഏറ്റുവാങ്ങി. LDF-ന്റെ പിന്തുണയോടെ മത്സരിച്ച AV ഗോപിനാഥ് 100 വോട്ടുകൾക്കാണ് അവിടെ തോറ്റത്. AV ഗോപിനാഥിൻ്റെ സ്വതന്ത്ര ജനാധിപത്യ മുന്നണി അഥവാ IDF മത്സരിപ്പിച്ച 6 സ്ഥാനാർത്ഥികളും ദയനീയമായിട്ട് പരാജയപ്പെട്ട കാഴ്ചയാണ്
കിഴക്കമ്പലത്തും കുന്നത്തുനാടും 2020 ജനങ്ങൾ കൈവിട്ടത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രത്യേക ഹൈലൈറ്റുകളിലൊന്നാണ്. രണ്ടിടത്തും UDF ആണ് ജയം നേടിയത്. ഫ്രഷ് കട്ടിന്റെ സമരം പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് സമരസമിതിയുടെ നേതാവും UDFന്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ബാബു കുടിക്കൽ ജയിച്ച കാര്യം ഓർമ്മിക്കുക. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡിൽ നിന്നാണ് ഈ ബാബു കുടിക്കൽ ഫ്രഷ് കട്ട് സമരസമിതി നേതാവ് ജയിച്ചത്. UDFന്റെ സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. ഫ്രഷ് കട്ട് സംഘർഷത്തെ തുടർന്ന് ബാബു കുടുക്കിൽ ഒളിവിലിരുന്നാണ് ജയിച്ചത് എന്നുള്ളതാണ്. ഒളിവിലിരുന്ന് ജയിച്ച സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് UDFന്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഫ്രഷ് കട്ട് സമരസമിതിയുടെ നേതാവായിട്ടുള്ള ബാബു കുടിക്കലിന്റെ ജയം. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. UDF 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം നഗരസഭ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം പെരിന്തൽമണ്ണ നഗരസഭ UDF പിടിച്ചെടുത്തിരിക്കുന്നു. 37 വാർഡുകളിൽ 21 UDF ജയിച്ചിരിക്കുന്നു. 16 ഇടങ്ങളിൽ LDFും ജയിച്ചിരിക്കുന്നു. 1995 നഗരസഭ പിറവിയെടുത്തതിന് ശേഷം നടന്ന 6 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷമായിരുന്നു പെരിന്തൽമണ്ണ ഭരിച്ചത് എന്നുള്ള കാര്യം ഓർക്കണം. ആ പെരിന്തൽമണ്ണയെയാണ് ചരിത്രം കുറിച്ച പോരാട്ടത്തിൽ UDF ഇപ്പോൾ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. UDFൽ 10 ഇടങ്ങളിൽ മുസ്ലിം ലീഗ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചവർ വിജയിച്ചു. 5 ലീഗ് സ്വതന്ത്രർ, 5 കോൺഗ്രസ് സ്ഥാനാർത്ഥി, 1 കോൺഗ്രസ് വിമതൻ എന്നിവരാണ് അവിടെ വിജയിച്ചത്. LDFൽ CPIM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച 14 പേരും 2 ഇടത് സ്വതന്ത്രരും ജയിക്കുകയുണ്ടായി. 2020 34 വാർഡുകളിൽ 20 എണ്ണത്തിൽ LDFും 14 UDFുമായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. പെരിന്തൽമണ്ണ കാലങ്ങളായിട്ട് LDFന്റെ പക്ഷത്താണെങ്കിലും ഇത്തവണ ചരിത്രം വഴിമാറുമെന്ന് UDF നേതാക്കൾ നേരത്തെ തന്നെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. ആ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുകയാണ് ഇപ്പോൾ ചെയ്തത്. 10 വർഷം ഒരുമിച്ച് ഇടതുപക്ഷം ഭരിച്ചിട്ടും നഗരസഭയിൽ വികസന മുന്നേറ്റം ഒന്നും ഉണ്ടായില്ല എന്നായിരുന്നു UDFന്റെ ആരോപണം. ആ രീതിയിലാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഇതുവരെയുള്ള കാര്യങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത്. ആന്റണിയിലേക്കും ഉണ്ണിയിലേക്കും റിയാസിലേക്കും ബിനോയിലേക്കും പോകുന്നു. ഇപ്പോൾ അഭിമാനകരമായ നേട്ടം തിരുവനന്തപുരത്തുണ്ടാക്കിയതിന്റെ തുടർച്ചയായിട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നു. അവരുടെ അഴിമതി, അവര് ശബരിമലയിൽ ചെയ്ത ദ്രോഹം, അവരെ എത്രയോ അനാസ്ഥയും കുറ്റകരമായ അനാസ്ഥയും അവരുടെ കഴിവില്ലായ്മയും അതിൻ്റെ ഒരു മറുപടിയാണ് ഇന്ന് ജനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ആ LDFന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. കോൺഗ്രസിന് കിട്ടിയ ഒരു മുന്നേറ്റം അത് കറക്റ്റാണ്. അവർക്ക് നല്ലൊരു ആന്റി ഇൻകംബൻസി വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ടെമ്പററി ഫിനോമിനനാണ്. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ആരാണ് വികസനം ചെയ്യാൻ പോകുന്നത്, ആരാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, അത് ജനങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഞങ്ങൾക്ക് 100% കോൺഫിഡൻസ് ഉണ്ട്. ഇനി വരാൻ പോകുന്ന 5-6 മാസം അസംബ്ലി ഇലക്ഷൻ്റെ കാലമാണ്. നമ്മൾ ഇവിടെ വികസന സന്ദേശം, വികസിത കേരളത്തിൻ്റെ ഈ കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച് കോൺഗ്രസിന് ഇന്ന് ലഭിച്ച ഒരു ഫലം ഒരു ടെമ്പററി ഫലമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മാറ്റം ജനങ്ങൾ തീരുമാനിച്ചു. മാറാത്തത് ഇനി മാറുമെന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ചപ്പോൾ ഇത് ജനങ്ങൾ തീരുമാനിച്ചു. തിരുവനന്തപുരത്തിലും മാറ്റം കൊണ്ടുവന്നു. ഇനി വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ ഈ നല്ല മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. അത് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തടക്കം NDA ഉണ്ടാക്കിയ മുന്നേറ്റം എന്ന് പറയുന്നത് അത് സംസ്ഥാനം മുഴുവൻ വ്യാപിക്കും എന്നാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിരിക്കുന്നത്. UDFന്റെ മുന്നേറ്റത്തെ ജനവിധി എന്നുള്ള നിലയിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആ മുന്നേറ്റം താൽക്കാലികമായിട്ടുള്ള ഒന്നായിരിക്കുമെന്നും വികസനത്തിൻ്റെതായ BJP ഉയർത്തുന്ന സന്ദേശവുമായിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടർമാർ എത്തിച്ചേരുമെന്നുമാണ് രാജീവ് ചന്ദ്രശേഖർ സൂചിപ്പിച്ചിരിക്കുന്നത്. ആന്റണി, ഉണ്ണി, ബിനോയ്, റിയാസ് KMR എന്നിവരിലേക്ക് തീർച്ചയായും ഒരു UDF
തരംഗം തന്നെയാണ് നമുക്ക് ഈ അവസാന നിമിഷത്തിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു മാറ്റമില്ലാതെ ഏറ്റക്കുറച്ചുകളില്ലാതെ അവസാനം വരെ മികച്ച മുന്നേറ്റം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം UDF നൽകുന്ന. ആ രീതിയിൽ എല്ലാ മേഖലകളിലും, അതായത് എല്ലായിടത്തും പ്രാദേശിക തലത്തിൽ, പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തിൽ, ബ്ലോക്ക് പഞ്ചായത്തിൽ, ജില്ലാ പഞ്ചായത്തിൽ, നഗരസഭകളിൽ, കോർപ്പറേഷനിൽ എല്ലായിടത്തും വലിയ മുന്നേറ്റം UDF ഉണ്ടാകുന്നതാണ് കാണേണ്ടത്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ LDF നിന്ന് UDF പിടിച്ചെടുത്തു. 46 സീറ്റിലാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. ആ രീതിയിൽ വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാകുന്നു. അതേസമയം കൊല്ലത്ത് ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. തൃശ്ശൂരിൽ വലിയ മുന്നേറ്റം UDF സംബന്ധിച്ച് അവിടെ വ്യക്തമായ ആധിപത്യം അവർക്ക് തുടക്കം മുതലേ നേടാൻ കഴിഞ്ഞ ഒരു സ്ഥലമാണ്. കൂടാതെ കോഴിക്കോട് ഒഴികെ ബാക്കി എല്ലായിടത്തും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന ആ രീതിയിൽ. കൂടാതെ കണ്ണൂർ അവർ നിലനിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ രീതിയിൽ തന്നെയാണുള്ളത്. എന്തായാലും കോർപ്പറേഷനിൽ വ്യക്തമായ ആധിപത്യം നേടിയെടുക്കാനായി UDF കഴിഞ്ഞു എന്നുള്ളതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ LDF സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഗ്രാമപഞ്ചായത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പിന്നീട് അങ്ങ് കാണാൻ കഴിഞ്ഞില്ല. എല്ലായിടത്തും ഒരു മങ്ങുന്ന സ്ഥിതിയിലേക്ക് പോയി. വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത്, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എല്ലാ മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടാകുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും ആ രീതിയിൽ LDF പലയിടങ്ങളിലും ശക്തമായ മേഖലകളെല്ലാം തന്നെ അവരെ കൈവിട്ടു എന്ന് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. തിരുവനന്തപുരത്ത് NDA കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടെ അതായത് പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ അടക്കമുള്ള ഭാഗങ്ങളിൽ അവിടെയെല്ലാം തന്നെ LDF തങ്ങൾക്കൊരു മേൽക്കൈ നേടാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ഏക ആശ്വാസകരമായി LDF സംബന്ധിച്ച് പറയാനുള്ള ഒരു കാര്യം. കൂടാതെ മറ്റ് ജില്ലകൾ നോക്കുകയാണെങ്കിൽ ഈ UDF സംബന്ധിച്ച് വലിയ ആധിപത്യമുള്ള ഒരു ജില്ലയായിരുന്നു കോട്ടയം എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് LDF ഒപ്പം ചേർന്നതോടെ ചില മേഖലകളിലെല്ലാം തന്നെ കൃത്യമായ രീതിയിൽ വോട്ട് നേടി മികച്ച രീതിയിൽ മുന്നേറ്റത്തിന് LDF കഴിഞ്ഞിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ ഇക്കുറി അതെല്ലാം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് UDF എന്ന് പറയുന്നത്. LDF കേരള കോൺഗ്രസ് എമ്മിൻ്റെയും എല്ലാം തന്നെ ശക്തമായ തട്ടകത്തിലെല്ലാം തന്നെ അവിടെ മികച്ച രീതിയിൽ മുന്നേറാൻ UDF കഴിഞ്ഞു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ കാണാൻ കഴിഞ്ഞത്. പാലാ നഗരസഭയിൽ അവിടെ ബിനു പുളിക്കക്കണ്ടം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. CPM സംബന്ധിച്ചുണ്ടായിരുന്നു. CPM സ്വതന്ത്രനായി മത്സരിച്ച ആളായിരുന്നു ബിനു പുളിക്കക്കണ്ടം. പിന്നീട് അദ്ദേഹം അവിടെ CPIM ചിഹ്നത്തിൽ അരിവാൾ ചിറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പാലാ നഗരസഭയിൽ ആദ്യമായാണ് ഒരാൾ ആ ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ആ രീതിയിൽ മത്സരിക്കുന്നു. പിന്നാലെ അവിടെ അധ്യക്ഷ സ്ഥാനവുമായി ബന്ധപ്പെട്ട് ബിനു പുളിക്കക്കണ്ടത്തിന് CPM പുറത്താക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ഇന്ന് ബിനു പുളിക്കക്കണ്ടവും മകളും അതോടൊപ്പം തന്നെ സഹോദരനും അവിടെ വിജയിച്ചിരിക്കുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് വിജയിച്ചിരിക്കുന്നു. അവരാണ് അവിടെ പാലാ നഗരസഭ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. ഈ 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളാണ്. ആ രീതിയിലേക്ക് പോയിരിക്കുന്നു. എന്തായാലും പാലയിൽ ജോസ് കെ മാണിയുടെ വാർഡ് അത് UDF പിടിച്ചെടുത്തിരിക്കുന്നു. ആ രീതിയിലൊക്കെ തന്നെയാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ആലപ്പുഴയും അതെ, എക്കാലത്തും ചുമന്നു നിന്നിരുന്ന ആലപ്പുഴയും ഇക്കുറി LDF വലിയ തിരിച്ചടി പല മേഖലകളിലും ഉണ്ടായി എന്നതാണ് കാണേണ്ടത്. കൊച്ചിയിൽ കഴിഞ്ഞ തവണ അവർ കൊച്ചി കോർപ്പറേഷൻ നേടിയെടുക്കുകയുണ്ടായി. അത് കൈവിടുന്നു. വലിയ മുന്നേറ്റം അവിടെ UDF ഉണ്ടാകുന്നു. എന്തായാലും എല്ലാ മേഖലകളിലും എല്ലാ തലത്തിലും മികച്ച രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെച്ച് അവിടെ മികച്ച രീതിയിലുള്ള സ്ട്രാറ്റജി മുന്നോട്ട് വെച്ച് UDF തരംഗം അവിടെ ആഞ്ഞടിച്ചു എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുന്നണികളെ സംബന്ധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിലാണ് കണ്ടത്. അവിടെ വലിയൊരു ആധിപത്യം UDF നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്തായാലും സമകാലിക വിഷയങ്ങൾ അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചർച്ചയായി കൊണ്ടുവന്ന് മികച്ച രീതിയിൽ വോട്ട് നേടാനായി കഴിഞ്ഞു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും UDF നേതൃത്വത്തിന് വലിയ ആശങ്കയില്ലാത്ത രീതിയിൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ ഫലം നൽകുന്നു തന്നെയാണ് പ്രധാനമായും പറയേണ്ടത്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 487 ഗ്രാമപഞ്ചായത്തുകളിൽ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 79, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിലൊക്കെ വലിയ മുന്നേറ്റം ഇത്തവണ UDF ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIM ഒക്കെ ആവർത്തിച്ച് പറയുന്നത് ഇത്തവണ 3ാമത്തെ തുടർഭരണം ഉണ്ടാകും, അത് ഉറപ്പാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ദിവസം മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ ശബരിമല സ്വർണ്ണക്കവർച്ച ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഏശില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത്. പക്ഷേ അതടക്കം ഈ തെക്കൻ ജില്ലകളിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷൻ ഒഴികെ ബാക്കിയിടങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ LDF സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ 17 ഇടത്ത്
LDF ആണ് മുന്നിൽ നിൽക്കുന്നത്. UDF 12 ഇടത്ത്, അതുപോലെ തന്നെ ബ്ലോക്കുകളിൽ 6 ഇടത്ത് LDF തിരുവനന്തപുരത്തുണ്ട്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികൾ 2 ഇടത്ത് LDF ജയിച്ചിട്ടുണ്ട്. അവിടെ UDFന് ആകെ ലഭിച്ചത് ഗ്രാമപഞ്ചായത്തുകൾ 12 ഒരു ബ്ലോക്ക് 2 ബ്ലോക്ക് പഞ്ചായത്തുകളും മാത്രമാണ് തിരുവനന്തപുരത്ത് UDFന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് കൂടി ഈ കോർപ്പറേഷൻ അവരുടെ കൈവിട്ട് പോകുമ്പോൾ LDFനെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമായി തന്നെ ഉള്ളതാണ്. ജില്ലാ പഞ്ചായത്തിലും വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് LDFന് ഒപ്പമാണ് എന്നുള്ളതാണ് ഉള്ളത്. കൊല്ലത്തേക്ക് വരുമ്പോഴും കൊല്ലം കോർപ്പറേഷൻ കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി ട്രെൻഡിൽ കാണുന്നില്ല. 11 ഗ്രാമപഞ്ചായത്തുകളിൽ അവർ ഇതിനോടകം തന്നെ ഭരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. 7 ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ LDF തന്നെയാണ്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് LDFനാണ് ലഭിച്ചിരിക്കുന്നത്. 3 മുനിസിപ്പാലിറ്റികൾ LDFന് കൊല്ലത്ത് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പന്തളം, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പന്തളം BJP വളരെ പ്രധാനപ്പെട്ട അവരുടെ ഒരു കേന്ദ്രമായി കൊണ്ടു നടന്ന ആ ഒരു പന്തളം നഗരസഭ, പ്രത്യേകിച്ച് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ കൊണ്ട് പിടിച്ചെടുത്ത ഒരു നഗരസഭയാണ് പന്തളം എന്ന് പറയുന്നത്. ആ പന്തളം നഗരസഭ ഇപ്പോൾ LDF തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശബരിമല വിഷയത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായ പന്തളം അതിപ്പോൾ NDAയെ വിട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കോഴിക്കോട് ബാലുശ്ശേരി പഞ്ചായത്ത് UDF പിടിച്ചെടുത്തിട്ടുണ്ട്. 50 വർഷമാണ് LDF ഇവിടെ ഭരിച്ചിരുന്നത്. 50 വർഷത്തെ കോട്ടയാണ് ഈ ബാലുശ്ശേരി പഞ്ചായത്തിൽ UDF ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അങ്ങനെ പല കോട്ടകളും തകർത്തിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭയിൽ കോൺഗ്രസിന്റെ PR അരവിന്ദാക്ഷൻ തോറ്റിട്ടുണ്ട്. അത് നമുക്കറിയാവുന്ന പോലെ കരുവന്നൂർ കേസിലെ പ്രതിയാണ് PR അരവിന്ദാക്ഷൻ. അദ്ദേഹം തോറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ അവർ NDAക്ക് നിലനിർത്താൻ കഴിഞ്ഞു. അവിടെ അതുപോലെ തന്നെ ഈ വളരെ ശക്തമായ സാന്നിധ്യമായി നിന്നൊരാളാണ് AB ഗോപിനാഥ്. AB ഗോപിനാഥിന് അവിടെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പാലക്കാടിന് ഉള്ളത്. മാത്രമല്ല ഈ കുന്നത്തൂർമേട് വാർഡ്, അത് നമുക്കറിയാവുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത വാർഡാണ്. അവസാന നിമിഷം വന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വോട്ട് രേഖപ്പെടുത്തിയത്. പക്ഷേ അവിടെ 8 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനാണ് ഒരു ത്രില്ലർ കണക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് ജയിക്കും, ആരവിടെ ഭരണം പിടിക്കുമെന്നുള്ള ആ ഒരു ചോദ്യം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ഇങ്ങനെ ബാക്കിയായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഉള്ളത്. കോഴിക്കോട് ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലാണ് കോഴിക്കോട് മുന്നോട്ട് പോകുന്നത്. കൊച്ചിയിലാണ് വൻ മുന്നേറ്റം. എറണാകുളം ജില്ലയിൽ UDF ഉണ്ടാക്കിയ ആ ഒരു തരംഗം കൃത്യമായി തന്നെ കൊച്ചി കോർപ്പറേഷനിലും ഉണ്ട് എന്നുള്ളതാണ്. പകുതിയിലധികം സീറ്റുകളുമായാണ് കൊച്ചി കോർപ്പറേഷനിൽ UDF അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ വെറും 3 സീറ്റുകളുടെ വ്യത്യാസമാണ് ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. കണ്ണൂർ UDFനെ സംബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് UDFന്റെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ UDFന്റെ ഒരു ഉറച്ച ഇടമാണ്. അവിടെ ഇത്തവണ 36 സീറ്റുകളാണ് കണ്ണൂർ കോർപ്പറേഷനിൽ UDF നേടിയിട്ടുള്ളത്. അങ്ങനെ കോർപ്പറേഷനുകളിലൊക്കെ തൃശ്ശൂര് കഴിഞ്ഞ തവണ UDFന്റെ ഒരു വിമതനെ കൂട്ടി MK വർഗീസിനെ കൂട്ടിയാണ് LDF അവിടെ അധികാരം കൊണ്ടുവന്നതെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു അട്ടിമറിക്കും അവിടെ സാധ്യതകളില്ല. വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി 33 സീറ്റുകൾ നേടിക്കൊണ്ടാണ് UDF ഇത്തവണ തൃശ്ശൂർ കോർപ്പറേഷനിൽ അധികാരത്തിലേക്ക് എത്തുന്നത്. NDAക്ക് ആകെ ഉള്ള ഒരു ലോക്സഭാ സീറ്റാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. തൃശ്ശൂർ നഗരം ഉൾപ്പെടുന്ന ആ ലോക്സഭാ മണ്ഡലം. അവിടെ NDAക്ക് കടുത്ത ക്ഷീണം അനുഭവപ്പെട്ടിരിക്കുന്നു. 8 സീറ്റുകൾ മാത്രമാണ് അവർക്ക് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് സുരേഷ് ഗോപിയുടെ സ്വന്തം മണ്ഡലത്തിൽ NDAക്ക് BJPക്ക് തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ വലിയ തിരിച്ചടി ഉണ്ടായി എന്നുള്ളത് നമ്മൾ എടുത്തു പറയണം. 3ാം സ്ഥാനത്താണ്. ആന്റണിയിലേക്ക് തിരികെ എത്താം. കോഴിക്കോട്ടേക്ക് പോകേണ്ടതുണ്ട്. കോഴിക്കോട് ആന്റണി സൂചിപ്പിച്ചതുപോലെ ഒരു ത്രില്ലർ എന്ന് പറയുന്നു. ആ ത്രില്ലർ എന്ന് പറഞ്ഞാൽ അത് UDFനെ സംബന്ധിച്ചിട്ടാണ് ത്രില്ലർ. LDFനെ സംബന്ധിച്ചിട്ട് എല്ലാം പോയിരിക്കുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലും കിട്ടിയാൽ ആവട്ടെ എന്നുള്ള നിലയ്ക്കേ ഉണ്ടാവുകയുള്ളൂ. എന്തായാലും 6 വാർഡുകളാണ് ഇനി എണ്ണാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഈ കോഴിക്കോട് LDF 31-29 എന്നുള്ള ഒരു കണക്ക് വരുന്നുണ്ട്. എന്താണ് അവസ്ഥ റിയാസ്? LDF 30, UDF 27, NDA 13 എന്തും സംഭവിക്കാവുന്ന അവസ്ഥയാണ്. ഇനിയും വോട്ടെണ്ണാൻ ചില
വാർഡുകൾ ബാക്കിയാണ്, ഡിവിഷനുകൾ ബാക്കിയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്നത് എങ്ങോട്ട് ചായും എന്നതിനനുസരിച്ചിരിക്കും കോഴിക്കോട് ആര് ഭരിക്കുമെന്നുള്ളത്. നിലവിൽ ഒരുപക്ഷെ LDF കോട്ടം തട്ടില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഒരുപക്ഷെ എങ്ങനെയാണ് സംഭവിക്കുക എന്നറിയില്ല. UDF സംബന്ധിച്ച് വലിയ നേട്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, NDAയും സീറ്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് LDFന്റെയും UDFന്റെയും മേയർ സ്ഥാനാർത്ഥികൾ തോറ്റു എന്നുള്ളതാണ്. LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്ന നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ് തോറ്റു. അവിടെ ജയിച്ചിട്ടുള്ളത് SK അബൂബക്കറാണ്. SK അബൂബക്കർ നിലവിൽ മറ്റൊരു ഡിവിഷനിൽ UDFന്റെ കൗൺസിലറായിരുന്നു, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹമാണ് മീഞ്ചന്ത ഡിവിഷൻ വിജയിച്ചത്. ഒപ്പം UDF മേയർ സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടിയിരുന്ന KPC ജനറൽ സെക്രട്ടറി PM നിയാസും തോറ്റു, പാറപ്പടിയിലാണ് തോറ്റത്. എന്നാൽ NDA സംബന്ധിച്ച് അവരുടെ 7 ഡിവിഷൻ എന്നുള്ളത് നിലവിൽ 13 അവർക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഒരുപക്ഷെ ഇനി അവസാന നിമിഷം ഈ സീറ്റുകളിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. അന്തിമമായ കണക്കുകൾ വരുന്ന സമയത്ത് വന്നേക്കാം. എങ്കിൽ കൂടിയും കാര്യമായ മാറ്റങ്ങൾ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഇനി ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് കോഴിക്കോട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ത്രില്ലർ സിനിമയുടെ ഒരു ക്ലൈമാക്സ് എന്തായിരിക്കുമോ അതിന് ആനുപാതികമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന്. കോഴിക്കോടിന്റെ കാര്യത്തിൽ ഇപ്പോൾ റിയാസ് സൂചിപ്പിച്ചതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ഇനി എണ്ണാനുള്ള വാർഡുകളുടെ എണ്ണത്തെക്കുറിച്ചും റിയാസ് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ വാർഡുകളുടെ ചരിത്രം വെച്ചുകൊണ്ട് ഇതിനെ വിലയിരുത്താനും പറ്റില്ല. കാരണം ഇവിടെ UDF ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റങ്ങൾ ഒരു കാരണവശാലും LDFിൽ നിന്ന് കൈവിട്ടു പോവില്ല എന്ന് വിചാരിച്ചിരുന്ന ശക്തി കേന്ദ്രങ്ങളിലൊക്കെ മുന്നേറ്റങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഒരു സാധ്യത ഈ പറയുന്ന വാർഡുകളിൽ എന്ത് എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് അല്ലേ? തീർച്ചയായും. കാരണം എല്ലാവരും, അതായത് ഇപ്പോൾ LDF സുരക്ഷിത സീറ്റുകൾ എന്ന് കരുതിയിരുന്ന പലതും കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനിയുള്ള അവസ്ഥ എന്നുള്ളത് പ്രവചനാതീതമാണ്. പ്രവചനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തെറ്റി മാറി മറിഞ്ഞു പോയിരിക്കുന്നു, പ്രവചനം എന്നുള്ളതാണ് കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച്. ഇതിനെ സംബന്ധിച്ച് ഒരു ആത്മവിശ്വാസം അവർ ഇന്നലെ ഏറ്റവും ഒടുവിലായി ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഇന്നലെ വൈകുന്നേരം കേരള വിഷൻ ന്യൂസിനോട് കോഴിക്കോട് DCC പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ അദ്ദേഹം സംസാരിച്ച ഒരു കാര്യം 40 സീറ്റുകൾക്ക് അടുത്ത് പിടിക്കുമെന്ന് നമ്മുടെ ഓൺ ക്യാമറയ്ക്ക് മുൻപിൽ പറഞ്ഞെങ്കിലും ഓഫ് ക്യാമറയിൽ അദ്ദേഹം പറഞ്ഞത് 25-നും 30-നും ഇടയിൽ സീറ്റുകൾ എന്തായാലും ഉറപ്പായും കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞിരുന്നു. ആ ആത്മവിശ്വാസം സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിലേക്ക് ആ സീറ്റ് നില പോയിരിക്കുന്നു. കാരണം കൃത്യമായി അവർ ഇത്തവണ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭരണം പോലും UDFന് അനുകൂലമായി വരുന്ന ഒരു ഈ ഘട്ടത്തിൽ പോലും ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യം കോഴിക്കോട് ഉണ്ടായി എന്നുള്ളതാണ്. മറ്റൊന്ന്, തുടക്കത്തിൽ തന്നെ BJP നേതാക്കൾ നമ്മളോട് പറഞ്ഞ ഒരു വാക്ക്, ഇവിടെ കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ BJP കറുത്ത കുതിരയായി മാറുമെന്ന് KP പ്രകാശ് ബാബു തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അത് ഒരു സത്യമാകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇന്നലെ രാത്രി LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടുള്ള CP മുസാഫർ അഹമ്മദുമായി കേരള വിഷൻ ന്യൂസ് സംസാരിച്ചിരുന്നു. ആ സമയത്ത് CP മുസാഫർ അഹമ്മദിന്റെ വാക്കുകളിലുള്ള ആത്മവിശ്വാസക്കുറവ് പ്രകടമായിരുന്നു. അദ്ദേഹം തോൽവി മുൻപിൽ കണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. അതിനർത്ഥം പാളയം പച്ചക്കറി മാർക്കറ്റിലെ മാറ്റം അത് LDFനെ സംബന്ധിച്ച് തിരിച്ചടിയായി എന്നുള്ളത് തന്നെയാണ് മുസാഫർ അഹമ്മദിന്റെ തോൽവി വ്യക്തമാക്കുന്നത്. കാരണം പാളയം പച്ചക്കറി മാർക്കറ്റിലെ CITUവിന്റെ റിയാസ് KMRലേക്ക് തിരികെ എത്താം. കോൺഗ്രസിന്റെ ഉജ്ജ്വലമായ വിജയത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവ് K ബാബുവിനോട് സംസാരിക്കുന്നു ഞങ്ങളുടെ പ്രതിനിധി തത്സമയം. അവിടെ 5 കൊല്ലം ഒഴിച്ച് മുഴുവൻ സമയവും CPM ആണ് ഭരിച്ചത്. CPM 2ാം സ്ഥാനത്തേക്ക് പോയി, BJP NDA 1ാം സ്ഥാനത്തേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നല്ല അഭിമാനകരമായ ഒരു നേട്ടം അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഞങ്ങൾ മെച്ചപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ പുറകോട്ട് അല്ല പോയത്. അപ്പോൾ CPMന്റെ ഒരു രാഷ്ട്രീയമായ പരാജയമാണത്. ഞങ്ങൾക്കും ഉണ്ട്, സംശയമൊന്നുമില്ല. അവിടെ സംഭവിക്കാൻ പാടില്ലാത്തൊരു ഇതാണ് ഉണ്ടായത്. BJPയും CPMും ഒത്തു കളിച്ചു എന്ന് തോന്നുന്നുണ്ടോ? CPMും BJP അവിടെ ഒത്തു കളിച്ചു കാണില്ല, അതെനിക്ക് തോന്നുന്നില്ല. പക്ഷേ CPMന് വലിയൊരു രാഷ്ട്രീയ പരാജയം ഉണ്ടായി എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും. UDFനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വലിയൊരു വിജയം തന്നെയാണ് സമ്മാനിച്ചിരിക്കുന്നത്. UDFന് വലിയ വിജയമാണല്ലോ ഉണ്ടായത്. കാരണം കേരളത്തിൽ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഭാഗത്ത് NDA, മറുഭാഗത്ത് LDF, ഗവൺമെൻറ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിരുന്നെങ്കിൽ ഞങ്ങൾ വലിയ മുന്നേറ്റം നടത്തിയല്ലോ. അത് കേരളത്തിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചനയാണ്. ശരി, തിരുവനന്തപുരത്ത് BJP നേടിയ വലിയ വിജയം, വലിയ നേട്ടം അത് വ്യാപകമായിട്ട് ചർച്ച ചെയ്യുകയാണ്. BJPയുടെ നേതാക്കൾ എല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നത്
ചരിത്രത്തിലാദ്യമായിട്ട് ശ്രീ പത്മനാഭന്റെ മണ്ണിൽ NDA എന്നുള്ള നിലയ്ക്കുള്ള വിശേഷണവുമായിട്ടാണ് അവിടെ BJP പ്രവർത്തകർ കോർപ്പറേഷനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആഘോഷങ്ങളിൽ നിന്ന് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിളിച്ചു പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം, ഞങ്ങളുടെ ശ്രീ പത്മനാഭന്റെ മണ്ണിൽ ഇതാ ചരിത്രത്തിലാദ്യമായി NDA താമര വീരിച്ചിരിക്കുന്നു, കാവിക്കൊടി ഉയർത്തിയിരിക്കുന്നു എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അവിടെ ആഘോഷം തുടരുകയാണ്. LDFന്റെ പരമ്പരാഗതമായിട്ടുള്ള സിറ്റിംഗ് സീറ്റുകളാണ് BJP കൂടുതലായും പിടിച്ചടക്കിയത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ UDFനും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു. UDFന്റെ വോട്ട് നില വലിയ രീതിയിൽ മെച്ചപ്പെട്ടു, ലീഡ് നിലയും മെച്ചപ്പെട്ടു. ആകെയുള്ള 100 സീറ്റുകൾ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആകെയുള്ള 100 സീറ്റുകളിൽ 49ഉം NDA സഖ്യം നേടിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിലാണ് BJP എത്തി നിൽക്കുന്നത്. LDF, UDF 22 എന്നുള്ള നിലയ്ക്കും 15 എന്നുള്ള നിലയ്ക്കും ലീഡ് ചെയ്യുന്നു. LDFും UDFും സ്വതന്ത്രനും കൂടി ചേർന്നാലും BJPയുടെ അടുത്തെത്താൻ കഴിയില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുവിരുദ്ധ തരംഗമാണ് ശക്തമായി പ്രകടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, തിരുവനന്തപുരത്തിൻ്റെ വികസന മുരടിപ്പ്, മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെയും കൂട്ടരുടെയും അഴിമതിയും ഒക്കെ വോട്ടിൽ പ്രതിഫലിച്ചുവെന്നാണ് BJP നേതാക്കൾ ഇതേക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിലും തിരുവനന്തപുരത്ത് ജില്ലയിൽ മൊത്തത്തിലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പല ഘട്ടങ്ങളിലും മേയർ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട ദോഷകരമായ നെഗറ്റീവായിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ പരമാവധി വോട്ടർമാരിലേക്ക് എത്തിക്കാൻ BJP ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. മേയർ ആര്യ രാജേന്ദ്രൻ്റെ വിവാദമായിട്ടുള്ള ബസ്സുമായി ബന്ധപ്പെട്ട ആ കേസ് അടക്കമുള്ള സകല കാര്യങ്ങളും അതാത് സമയങ്ങളിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. അത് ഒരർത്ഥത്തിൽ വിജയം നേടിയെന്ന് വേണം കരുതാൻ. മോദി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തോടൊപ്പം അനന്തപുരിയിലെ ജനത നിന്നുവെന്നുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. എന്തായാലും കോർപ്പറേഷനിലെ ഈ വിജയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനമൊട്ടാകെ BJPക്ക് ശക്തി പകരുമെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായത്. അതേസമയത്ത് UDFന്റെ മുന്നേറ്റത്തെ ആവേശത്തോടു കൂടി കാണുകയാണ് കോൺഗ്രസിലെ നേതാക്കൾ. BJPയെ സംബന്ധിച്ചിട്ട് അവർ മലബാറിലും കാവിക്കോടി തങ്ങൾ പാറിപ്പറപ്പിക്കുകയാണ് എന്നുള്ള നിലയ്ക്കാണ് സൂചിപ്പിക്കുന്നത്. MV ശ്രേയാംസ് കുമാറിൻ്റെ വാർഡടക്കം പിടിച്ചെടുക്കുന്നു BJP എന്നുള്ള നിലയിലേക്ക് വരുന്നു. കൂത്തുപറമ്പിലും നിലമ്പൂരിലും താമര വിരിഞ്ഞു എന്ന് അവർ അഭിമാനത്തോടും ആവേശത്തോടും കൂടി പറയുന്നു. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും, വയനാട്ടിലെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. പുളിയാർമലയിലെ 2ാം വാർഡിലും കൈനാട്ടിയിലുമാണ് BJP ജയിച്ചത്. LDFിലെ പ്രമുഖനായിട്ടുള്ള MV ശ്രേയാംസ് കുമാറിൻ്റെ വാർഡാണ് പുളിയാർമല. ശ്രേയാംസ് കുമാറിൻ്റെ വാർഡിൽ തന്നെ താമര വിരിഞ്ഞത് വിജയത്തിൻ്റെ മധുരം ഇരട്ടിപ്പിക്കുന്നതാണ് എന്നാണ് BJP നേതാക്കൾ പറയുന്നത്. പുളിയാർമല വാർഡിൽ BJPയിലെ രഞ്ജിത്ത് RJDയിലെ സനൂഷ് കുമാറിനെ പരാജയപ്പെടുത്തി. കൈനാട്ടിയിൽ VA ജിതേഷ് കൽപ്പറ്റയിൽ ജയിച്ച 2ാമത്തെ BJP സ്ഥാനാർത്ഥിയായിട്ട് മാറി. വയനാട്ടിൽ BJPയുടെ സീറ്റുകൾ കൂടി വരുന്നത് ഇടത് വലത് മുന്നണികളെ ഒരുപോലെ അസ്വസ്ഥരാക്കുമെന്നുറപ്പാണ് എന്നാണ് അവിടുത്തെ നേതാക്കൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വയനാട് തിരുനെല്ലി പഞ്ചായത്തിലും ചരിത്രത്തിലാദ്യമായി BJP അക്കൗണ്ട് തുറന്നു. 1ാം വാർഡിൽ BJP വലിയ വിജയം നേടി. കഴിഞ്ഞ തവണ LDF 100% വിജയം നേടിയ പഞ്ചായത്താണ് ഇത്. മലബാർ മേഖലയിലും BJP ഈ പറയുന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയുണ്ടായി. നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ BJP വിജയമുറപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. നിലമ്പൂർ നഗരസഭയിൽ 1ാം ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥി MK വിജയനാരായണൻ 19 വോട്ടിന് ജയിച്ചിരിക്കുന്നു. കണ്ണൂർ കൂത്തുപറമ്പിലും BJP അക്കൗണ്ട് തുറന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നഗരസഭയിലെ പാലപ്പറമ്പ വാർഡിൽ BJP സ്ഥാനാർത്ഥി രമിത 615 വോട്ടുകൾ നേടി CPIM സ്ഥാനാർത്ഥി ഷൈജയെ തോൽപ്പിച്ചു. CPM സ്ഥാനാർത്ഥി ഷൈജയ്ക്ക് അവിടെ 271 വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത്. ആന്റണിയിലേക്ക്, ഉണ്ണിയിലേക്ക്, റിയാസിലേക്ക്, ബിനോയിലേക്ക്.
ഏതാണ്ട് വോട്ടെണ്ണൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോൾ വലിയ എല്ലായിടത്തും വോട്ടെണ്ണൽ തീരാനില്ല. ഏതായാലും കൃത്യമായി തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. അവർ 50 സീറ്റുകൾ നേടിയിട്ടുണ്ട്. അതേസമയം ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ ഒപ്പത്തിനൊപ്പം എന്നുള്ളൊരു കണക്കാണ് ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയുന്നത്. 7-7 എന്ന നിലയിലാണ് LDFും UDFും ഉള്ളത്. അതേസമയം ഈ ഗ്രാമപഞ്ചായത്തുകളിൽ 493 ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ UDF അധികാരം ഉറപ്പിച്ചിട്ടുണ്ട്. 349 സ്ഥലത്താണ് LDF ഉള്ളത്. നേരത്തെ 2020യുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് അവരുടെ തുടക്കം ഉണ്ടായ സ്ഥലമാണ്. അവിടെ അവർ അധികാരം നിലനിർത്തിയിട്ടുണ്ട്. അവിടെ ഒരു വാർഡിൽ മാത്രമാണ് UDFന് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം 2 വാർഡുകൾ അവർക്ക് 2 പഞ്ചായത്തുകൾ അവർക്ക് നഷ്ടമായിട്ടുണ്ടെന്ന് മഴുവന്നൂര്, കുന്നത്തുനാട്. അതേസമയം തിരുവാണിയൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടി അവർ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ജോസഫ് പറയുന്നു കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ കള്ളാർ ഡിവിഷനിൽ LDFും UDFും തമ്മിൽ കടുത്ത മത്സരം നടക്കുകയാണ് എന്നുള്ളതാണ്. അവിടെ അല്പസമയത്തിനകം തന്നെ നമുക്ക് ഫലം അറിയാൻ കഴിയും. ഏതായാലും വെസ്റ്റ് എളേരി പഞ്ചായത്ത് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ വെസ്റ്റ് എളേരി പഞ്ചായത്ത് LDF തിരിച്ചു പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ വരുമ്പോൾ അങ്ങനെ കാസർഗോഡ് മുസ്ലിം ലീഗിൽ വിഭാഗീയത രൂക്ഷമായ പടന്ന പഞ്ചായത്ത് LDF പിടിച്ചെടുത്ത് നമ്മൾ കണ്ടതാണ്. പടന്നയിൽ LDFിലെ ഒരു വിഭാഗം ഈ ലീഗിലെ ഒരു വിഭാഗം ഇറങ്ങി വലിയ രീതിയിൽ പ്രചരണമൊക്കെ നടത്തുന്നത് നമ്മൾ ആ ഘട്ടത്തിൽ കണ്ടതാണ്. അവരുടെ പ്രകടനമൊക്കെ പടന്നയിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏതായാലും ആ വിമത പ്രശ്നം അത് LDFിന് ഗുണം ചെയ്തിരിക്കുന്നു. അത് ഇപ്പോൾ LDF പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ പ്രതിപക്ഷ നേതാവ് ഉച്ചയ്ക്ക് 2:15 മാധ്യമങ്ങളെ കാണുമെന്നുള്ളൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. 2 മണിക്ക് ഈ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. തിരുവനന്തപുരം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി LDF ആണ് അവിടെ ഭരണം നിലനിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ പലയിടങ്ങളിലും LDFിൻ്റെയും അതുപോലെ തന്നെ UDFിൻ്റെയും ഒക്കെ വിജയം നമുക്ക് അറിയാൻ കഴിയുന്നു. ഇപ്പോൾ KPCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത് നൽകാൻ കഴിയുമെന്നാണ് നമ്മളിപ്പോൾ കരുതുന്നത്. ഏതായാലും വൻ വിജയമാണ് UDFിനെ സംബന്ധിച്ച് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമി ഫൈനലാണ്. ഈ സെമി ഫൈനൽ UDF തൂക്കിയിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വൻ വിജയത്തോടു കൂടി അവർ മുന്നേറുകയാണ്. ഇനി വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDFിന് സാധിക്കും. ഒരുപക്ഷെ ഇതിലെന്തെങ്കിലും ഒരു തിരിച്ചടി നേരിട്ടിരുന്നെങ്കിൽ UDFിനെ സംബന്ധിച്ച് അവരുടെ കെട്ടുറപ്പിനെ തന്നെ വലിയ രീതിയിൽ അത് ബാധിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ അത് ഗുണം ചെയ്തിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ പോലും അത് എടുത്ത നിലപാടുകളടക്കം ഗുണം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDFിനെ സംബന്ധിച്ച് ആകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 2010-നേക്കാളൊക്കെ വലിയ വിജയത്തിലേക്ക് അവർ എത്തുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു 3 സ്വതന്ത്ര കൂടി ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. കോഴിക്കോട് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇപ്പോൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. UDF ആദ്യത്തിൽ തന്നെ ശബരിമല വിഷയം ഞങ്ങൾ ഗൗരവത്തിൽ, അതൊരു പൊതുസ്ഥാപനത്തിൻ്റെ വിശ്വാസത്തെ തകർക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. അതിന് കണക്കില്ല, അത് വീണ്ടെടുക്കാൻ നടപടിയില്ല. എല്ലാ മോഷ്ടാക്കളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നില്ല. പിടിക്കപ്പെട്ട മോഷ്ടാക്കളെ പാർട്ടി പോലും തള്ളിപ്പറയുന്നില്ല, പാർട്ടി സംരക്ഷിക്കുന്നു. ഇക്കാര്യങ്ങൾ ഞങ്ങൾ ശബരിമലയിലേക്ക് നടത്തിയ യാത്രകൾ, പന്തളത്തേക്ക് നടത്തിയ യാത്രകൾ, പത്തനംതിട്ടയിലെ ഞങ്ങൾ നടത്തിയ സംഗമം, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ വലിയ പ്രതിഷേധ മാർച്ച്, അതിനിടയിൽ യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് അവരെല്ലാം നടത്തിയ വിവിധങ്ങളായിട്ടുള്ള സമരപരിപാടികൾ, ജനകീയമായിട്ട് ആ വിഷയത്തെ ഞങ്ങൾ വളരെ ശ്രദ്ധയോടെ അവതരിപ്പിച്ചു. അതിൻ്റെ എല്ലാം ഫലമാണ്. അതുപോലെ തന്നെ BJPയും CPMഉം 2 കൂട്ടരുടെയും കയ്യിലുണ്ടായിരുന്ന നിരവധിയായ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ 2020 റിസൾട്ട് വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ 200-ലേറെ ഗ്രാമപഞ്ചായത്തുകളിൽ LDFന് UDFിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. കൃത്യമായ കണക്കുണ്ട്. 200-ലേറെ ഗ്രാമപഞ്ചായത്തുകൾ അവർക്കായിരുന്നു ഭൂരിപക്ഷം. ബ്ലോക്ക് പഞ്ചായത്തുകൾ
60 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അവർക്കായിരുന്നു ഭൂരിപക്ഷം. കോർപ്പറേഷൻ നമുക്കറിയാം, കണ്ണൂർ ഒഴിച്ച് എല്ലാ കോർപ്പറേഷനിലും LDF ആയിരുന്നു ഭരണം. അതുപോലെ ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്തും വയനാട്ടിൽ നറുക്കെടുപ്പിലും എറണാകുളത്ത് ഒഴിച്ചാൽ ബാക്കി എല്ലാ ജില്ലാ പഞ്ചായത്തും LDF-നായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, കേരള ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത എല്ലാ തദ്ദേശ സംവിധാനങ്ങളിലും മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഐക്യ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. കോർപ്പറേഷനുകളിൽ നേടി, ജില്ലാ പഞ്ചായത്തുകളിൽ നേടി, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നേടി, മുനിസിപ്പാലിറ്റികളിൽ നേടി, ഗ്രാമപഞ്ചായത്തുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയിരിക്കുന്നു. ജനകീയമായ അതിശക്തമായ വിലയിരുത്തലാണ്, വിധിയെഴുത്താണ്. സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ വളരെ തുറന്നു കാട്ടപ്പെട്ടൊരു വിധിയെഴുത്താണ്. ആ വിധിയെഴുത്തിന് ജനങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത് LDF ഉൾക്കൊള്ളുമോ? പാർലമെന്റ് ഇലക്ഷൻ ഞങ്ങൾ ചോദിച്ചതാണ്, അസംബ്ലി ബൈ ഇലക്ഷനുകൾ ഞങ്ങൾ ചോദിച്ചതാണ്. ഒരു തിരുത്തലും വരുത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല. സർക്കാരിൻ്റെ ധാർഷ്ട്യം, ധൂർത്ത്, അഴിമതി, അക്രമം, ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന CPM-ന്റെ സമീപനം ഇതെല്ലാം ആവർത്തിക്കുകയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണ കൊള്ളക്കാരെ, അമ്പല മോഷ്ടാക്കളെ, അമ്പലം വിഴുങ്ങികളെ പൊതിഞ്ഞ് സംരക്ഷിക്കുക വഴി അവരുടെ വികൃതമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടാൻ UDF-ന് സാധിച്ചു. അതിൻ്റെ കൂടി വിജയമാണ്. ഈ വിജയം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ അതിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂട്ടായ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അതിലേക്കും മുഴുവൻ ആളുകളുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുന്നു. ജനങ്ങൾക്കും സഹപ്രവർത്തകരായ UDF-ന്റെ പ്രവർത്തകർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദിയും ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. ശബരിമല കൊള്ള അതിശക്തമായിട്ട് പ്രചരണ വിഷയമായിരുന്നു. അതോടൊപ്പം തന്നെ UDF സർക്കാരിൻ്റെ ഭരണപരാജയങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുണ്ട്. വിലക്കയറ്റം ഞങ്ങൾ അസംബ്ലിക്കകത്തും പുറത്തും സമരം ചെയ്ത കാര്യമാണ്. തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. കാർഷിക മേഖലയുടെ തകർച്ച നിയമസഭയിലും പുറത്തു ഉന്നയിച്ച കാര്യങ്ങളാണ്. അഴിമതി അത് ശക്തമായിട്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. തീരദേശ മേഖലയുടെ വറുതി പരിഹാരമില്ലാതെ നിൽക്കുന്ന വിഷയങ്ങളാണ്. വന്യമൃഗശല്യം എത്രയോ തവണ നിയമസഭയിൽ സമരം ചെയ്ത് ഉന്നയിച്ച വിഷയമാണ്. UDF-ന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് ഒരു മലയോര യാത്രയ്ക്ക് നേതൃത്വം നൽകിയ വിഷയമാണ്. ഇതെല്ലാം ജനകീയ വിഷയങ്ങൾ, ജീവൽ പ്രശ്നങ്ങൾ. ആശാ വർക്കർമാരുടെ സമരം 8 മാസം നീണ്ടുന്ന സമരമാണ്. ഇപ്പോൾ ആ സമരം തുടരുകയാണ്. ആ സമരത്തിന് ഞങ്ങൾ സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പിന്തുണ നൽകിയതാണ്. അതിൻ്റെ കൂടെയാണ് ശബരിമലയിലെ വൻ കൊള്ള, വൻ കവർച്ച, വൻ മോഷണം, ചരിത്രത്തിലെ ഏറ്റവും വലിയ മോഷണം. അതിന് ഹൈക്കോടതിയുടെ ഇടപെടൽ, അതിന് പോലീസിൻ്റെ പ്രത്യേക ഒരു പോലീസിൻ്റെ അന്വേഷണ വിഭാഗത്തെ ഹൈക്കോടതി നിയമിച്ചില്ലായിരുന്നെങ്കിൽ ഇത് വിളിച്ചു തരുമോ? ഇത്രയെങ്കിലും വിളിച്ചു തരുമോ? ഇനിയും ശബരിമലയിൽ നഷ്ടപ്പെട്ട സ്വർണ്ണം എത്രയാ? എത്ര കോടികളുടെയാ? ആർക്ക് വിറ്റു? എവിടെയുണ്ട്? അത് വീണ്ടെടുക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ ഏറെ സ്വാധീനിച്ച ഘടകങ്ങളാണ്. ഇതെല്ലാം തുറന്നു കാട്ടുന്നതിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. ജനങ്ങളത് പുച്ഛിച്ചു തള്ളിയല്ലോ. മുഖ്യമന്ത്രിയുടെ അക്കാര്യത്തിലുള്ള ഇരട്ടത്താപ്പ് ഞങ്ങൾ പൊളിച്ചല്ലോ. മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? വർഗീയ ശക്തികളും അവരും തമ്മിലുള്ള ബന്ധം മുഖ്യമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? ജനങ്ങൾ അതിനെല്ലാം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ജനങ്ങളുടെ വിധിയെഴുത്തുണ്ടായില്ലേ? കോൺഗ്രസിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു, കോൺഗ്രസിൻ്റെ വാർഡ് കമ്മിറ്റികളെ ഞങ്ങൾ ശാക്തീകരിച്ചു. പുതുതായിട്ട് രൂപീകരിച്ച വാർഡുകളുണ്ടായിരുന്നു. അത് അശാസ്ത്രീയമായിരുന്നു എങ്കിൽ പോലും അവിടെയൊക്കെ കമ്മിറ്റികൾ രൂപീകരിച്ചു. അവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ വാർഡ് കമ്മിറ്റികൾക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തു. നിയമസഭ ഇതിൻ്റെയൊക്കെ വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഒരുക്കത്തോടെ, കൂടുതൽ ഐക്യത്തോടെ, കൂടുതൽ സജ്ജീകരണങ്ങളോടെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകും. BJP-യുടെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒറ്റക്ക് അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം കേവലം പ്രതിപക്ഷത്തിന് അടുത്ത് അവർ നിൽക്കുകയാണ്. ഇവിടെ മാത്രമല്ല, പാലക്കാട് അവർ നിലനിർത്തി, തൃപ്പൂണിത്തറയിൽ അവർ വലിയ മുന്നേറ്റം നടത്തി, പല കോർപ്പറേഷനുകളിലും വലിയ മുന്നേറ്റം അവർ നടത്തി. ഇതിനോട് എന്താണ് UDF
ഘട്ടത്തിലെ പ്രതികരണം? ചില സ്ഥലത്തവർക്ക് ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, പന്തളത്തൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരത്ത് കോൺഗ്രസ് പാർട്ടിയും UDF-ഉം ഞങ്ങളുടെ നില ഇരട്ടി കണ്ട് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി സീറ്റിലാണ് UDF. ഏറ്റവും നല്ല മുന്നൊരുക്കം നടത്തിയത് തിരുവനന്തപുരത്താണ്. ഇവിടെ K. മുരളീധരൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബഹുമാനപ്പെട്ട MM ഹസനുണ്ട്, DCC പ്രസിഡന്റുണ്ട്, KPC ഭാരവാഹികളുണ്ട്. അവരാണ് ആദ്യമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി തിരുവനന്തപുരത്തും ഞങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ LDF-ന്റെ നഗരസഭാ ഭരണത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥയും എല്ലാം അവർക്ക് വിനയായിട്ട് മാറി. അതുൾപ്പെടെ LDF-ന്റെ വോട്ടല്ലേ നഷ്ടപ്പെടുന്നത്, അവരുടെ സീറ്റല്ലേ കുറഞ്ഞത്, ഞങ്ങൾക്ക് സീറ്റ് കൂടുതലേ. എന്തുകൊണ്ടാണ് ആ ഭരണവിരുദ്ധ തരംഗം UDF-ന് കേരളത്തിൽ ഒട്ടാകെ കിട്ടി? തിരുവനന്തപുരത്തും ഞങ്ങളുടെ നില ഇരട്ടി കണ്ട് ശക്തിപ്പെടുത്തി. ഇനിയും കൂടുതൽ ശക്തമാക്കാൻ ഞങ്ങൾ സന്നാഹങ്ങളോട്ട് പോകും. ഇപ്പോൾ മൊത്തം കേരളത്തിലെ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷെ തിരുവനന്തപുരത്തും ഒരു നഗരസഭയിൽ പോലും തിരുവനന്തപുരത്ത് ഒരു വിജയമില്ല. തിരുവനന്തപുരത്ത് ലീഡർഷിപ്പിന്റെ ഒരു വലിയ പ്രശ്നമല്ലേ? അതിൽ എന്താണെന്ന് പരിശോധിക്കാം. ശരി, താങ്ക് യു. PCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നടത്തിയ വിപുലമായ വിജയ വിശകലനമാണ് നമ്മൾ കണ്ടത്. ആ വിപുലമായ വിജയ വിശകലനത്തിൽ ഭരണവിരുദ്ധ തരംഗം എന്നതിനേക്കാൾ ഉപരി ഭരണപക്ഷം നടത്തിയ ജനദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എണ്ണി മുന്നോട്ട് വെച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം ജനമനസ്സിൽ വോട്ടായിട്ട് മാറി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അത് കേവലം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, മറിച്ച് ജനങ്ങളെ അടിസ്ഥാനപരമായിട്ട് അവരുടെ നേരിട്ടുള്ള ജീവിതത്തെ, നിത്യജീവിതത്തെ ബാധിച്ച അടിസ്ഥാന പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറി എന്നുള്ള സൂചനയാണ് നൽകുന്നത്. ഡി ബിനോയ് ചേരുന്നു. ഡി ബിനോയ്, ഇതിൽ ജനദ്രോഹപരമായിട്ടുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വന്യജീവി സംഘർഷം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ അത് കോഴിക്കോട് പോലെയുള്ള ഇടങ്ങളിലെ കോർപ്പറേഷനിലെ LDF-ന്റെ തിരിച്ചടികൾക്ക് ഇടയാക്കിയ കാര്യങ്ങൾ, ആശാസമരത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള സൂചന, ഈ വോട്ടെണ്ണൽ നടക്കുമ്പോഴും ആ സമരം തുടരുന്നു എന്ന് പറയുന്ന കാര്യം, ഇതൊക്കെ LDF-നെ സംബന്ധിച്ചിട്ട് കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ്. പക്ഷേ കണ്ണു തുറപ്പിക്കേണ്ട ആ സമയത്ത് പോലും വന്നിരിക്കുന്ന മറ്റൊരു വിശകലനം നോക്കുക. അത് CPIM-ന്റെ ഭാഗത്ത് നിന്നാണ്. ഡി ബിനോയ്, ഞാൻ ഈ പറയുന്ന വാക്കുകൾ, ഇനി പറയാൻ പോകുന്ന വാക്കുകൾ CPIM-ലെ ഒരു നേതാവ് തൊട്ട് മുമ്പ് ഈ തെരഞ്ഞെടുപ്പിലെ വലിയ രീതിയിലുള്ള LDF-ന്റെ തിരിച്ചടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ്. അത് ആര് പറഞ്ഞു എന്ന് ഡി ബിനോയ്ക്ക് പറയാൻ കഴിയും എന്ന് ഞാൻ പറയുന്നു. അതാണ് ഇത്. ഇങ്ങനെയാണ്: ക്ഷേമ പെൻഷൻ വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് നൈമിഷിക വികാരത്തെ തുടർന്ന് എതിരായി വോട്ട് ചെയ്തു, നന്ദികേട് കാണിച്ചു. ക്ഷേമ പെൻഷൻ വാങ്ങി ഭംഗിയായി ശാപ്പാട് കഴിച്ചിട്ട് ജനം നൈമിഷിക വികാരത്തെ തുടർന്ന് എതിരായി വോട്ട് ചെയ്തു, നന്ദികേട് കാണിച്ചു. ക്ഷേമപ്രവർത്തനം, റോഡ്, പാലം, വികസന പ്രവർത്തനങ്ങളെല്ലാം നടത്തി. ഇതുപോലെ ജനക്ഷേമ പരിപാടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇതെല്ലാം വാങ്ങി നല്ല ഭംഗിയായി ശാപ്പാട് കഴിച്ചവർ നല്ല ഭംഗിയായി നമ്മക്കിട്ട് വെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഒന്നാന്തരം പെൻഷൻ വാങ്ങി ഇഷ്ടം പോലെ തിന്നിട്ട് നേരെ എതിരെ വോട്ട് ചെയ്താൽ അതിൻ്റെ പേര് ഒരുമാതിരി പറപ്പുകേടെന്ന് പറയും. നിങ്ങൾ എനിക്ക് ശാപ്പാടും ചായയും മേടിച്ചു തന്നാൽ അതിനൊരു മര്യാദ കാണിക്കണ്ടേ? ഈ ബിനോയ്, ഇതാര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിശകലനം നടത്താം. ശരിക്കും MM മണിയുടെ വാക്കുകളാണിത്. MM മണി പോലുള്ള ഒരു MLA ഒരിക്കൽ പോലും പറയാൻ പാടില്ല. കാരണം സാധാരണക്കാരായ ആളുകൾക്കിടയിൽ നിന്നും ഒപ്പം തന്നെ തൊഴിലാളികൾക്കിടയിൽ നിന്നും കർഷക തൊഴിലാളികളുടെ ഇടയിൽ നിന്നുമൊക്കെ വളർന്നു വന്ന MM മണിയെ പോലുള്ള ആള്, ഒരു നേതാവ്, ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കൽ പോലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ. ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, CPIM-ഓ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരോ അല്ല ഇത് ഈ പറയുന്ന ക്ഷേമ പെൻഷനും മറ്റ് സഹായങ്ങളും സംസ്ഥാനത്തെ ആളുകൾക്ക് നൽകുന്നത്. അതെല്ലാം നൽകുന്നത് നമ്മൾ നൽകുന്ന നികുതി പണത്തിൽ നിന്നും കിട്ടുന്ന ആ വിഹിതം ഉപയോഗിച്ചാണ് സാധാരണക്കാരൻ്റെ അവൻ്റെ ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകുന്നത്. ഇത് ഉചിതമായ സമയത്തല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുക. ഒരു പക്ഷേ ഇടുക്കിയിൽ ഉണ്ടായ കനത്ത പരാജയം കാരണം തെക്കൻ ജില്ലകളിൽ വലിയ തരത്തിൽ അടിപതറിയ ജില്ലകളിലൊന്ന് ഇടുക്കിയും പത്തനംതിട്ടയും
കൊല്ലവുമാണ്. ഈ 3 ജില്ലകളിൽ ഉണ്ടായിരിക്കുന്ന വലിയ പരാജയത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചപ്പോൾ എം മണിക്കുണ്ടായ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുണ്ടായ ഒരു വിഭ്രാന്തിയുടെ ഭാഗമായി പുറത്തേക്ക് വന്ന വാക്കുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കൽ പോലും ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ഇത്തരം വാക്കുകളെ ഉപയോഗിക്കാൻ പാടില്ല. എത്ര രോഷമുണ്ടായാൽ പോലും തന്നെ ഇത് എം മണി എന്ന് പറയുന്ന MLA-യുടെ പോക്കറ്റിൽ നിന്നല്ല ഈ ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങളോ ചെയ്തു കൊടുക്കുന്നത്. അതിന് കൃത്യമായി എഴുതി വെക്കപ്പെട്ട ലിഖിത രേഖകളുണ്ട്. ആ രേഖകൾ അനുസരിച്ച് ഓരോരോ സർക്കാരുകളും അധികാരത്തിൽ വരുമ്പോൾ അവർ തയ്യാറാക്കപ്പെടുന്ന അധികാരത്തിനും തെരഞ്ഞെടുപ്പിനും മുമ്പിൽ അവർ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വലിയ തരത്തിലുള്ള ലഘുലേഖകളുണ്ട്. ആ ലഘുലേഖകൾ എഴുതി വെക്കപ്പെട്ടതനുസരിച്ചാണ് സാധാരണക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതും പെൻഷൻ നൽകുന്നതും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ നൽകുന്നതുമെല്ലാം. അതിനും അപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും വ്യക്തിപരമായി ഒരു നേതാവും ചെയ്യുന്നില്ല. അപ്പോൾ ആ നേതാവ് ചെയ്യുന്നത് എന്താണോ അയാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അയാളുടെ ബുദ്ധിയിൽ ഉരുത്തിരിയുന്ന വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ എത്ര കണ്ട് ജനങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ അവർക്ക് എത്ര കരം സഹായകരമാകും. അങ്ങനെ സഹായകരമാകുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്നൊരു സ്നേഹം, ഒരു ആത്മബന്ധം, അതാണ് പലപ്പോഴും വോട്ടായി മാറുന്നത്. ഇവിടെ ജനം ഈ ക്ഷേമ പെൻഷനിൽ അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ നൽകിയിട്ട് നന്ദികേട് കാണിച്ചു എന്നും പറയേണ്ട കാര്യമില്ല. സംസ്ഥാനത്ത് ഒന്നടങ്കം ഇത്തരത്തിൽ ഉണ്ടായ ഒരു പൊതുവായ ജനകീയ വികാരത്തിൽപ്പെട്ട ആടി ഉലഞ്ഞുപോയ ഒരു രീതി, അത് LDF-ന് ആ ആടി ഉലച്ചിൽ വലിയ തരത്തിൽ ദോഷം ചെയ്തു. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. അത് കൃത്യമായി LDF കൺവീനർ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു, പരാജയ കാര്യം എന്താണെന്ന് നമ്മൾ പഠിക്കും, മനസ്സിലാക്കും. പക്ഷേ സൂക്ഷ്മതലത്തിൽ പരിശോധിച്ചിട്ട് മുന്നോട്ട് പോകുമെന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് മുന്നോട്ട് പോകുമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ സൂചിപ്പിക്കുകയുണ്ടായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി ബിനോയ്, LDF സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇതും നേരത്തെ എം മണി പറഞ്ഞതും തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ കൊടുത്തു, ഇഷ്ടംപോലെ കാര്യങ്ങൾ കൊടുത്തു, അതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് പണി തന്നു എന്നാണ്. ഇങ്ങനെ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പടി മുകളിലായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു എന്ന് ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി അതിനേക്കാൾ കൂടുതൽ പണം ചെലവഴിച്ച് പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലെ ഒരു ഔചിത്യമില്ലായ്മ ജനം തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ. അതായത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ റീലുകളും അതേപോലെ നിരവധിയായിട്ടുള്ള പ്രോഗ്രാമുകളും പരിപാടികളും ഒക്കെ വിചിത്രമായ പേരുകളിട്ട് സംഘടിപ്പിക്കലാണ് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയൽ എന്ന് തെറ്റിദ്ധരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതും ഈ പറയുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുന്നതും അതിനേക്കാൾ കൂടുതൽ അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുകയേക്കാൾ കൂടുതൽ തുക ചെലവഴിച്ചുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചത്, ഞങ്ങളുടെ ഇത് തന്നു എന്ന് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നതിലെ ഒരു ഔചിത്യക്കേട് കൂടി ഇതിൽ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എം മണിയുടെ ഈ വാക്കുകൾക്കകത്ത് അതിൻ്റെ ഒരു ധ്വനിയുണ്ട് എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും ഡി ബിനോയ് പറഞ്ഞു വന്നത് LDF ഇതിനെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക തന്നെ ചെയ്യും. അത് LDF കൺവീനർ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇത് പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ ഇനി അധികം സമയവുമില്ല. MS അബ്ദുൾ മനസ്സിലാക്കേണ്ട തുടർച്ചയായ രണ്ടാമത്തെ പരാജയമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിൽ ഒരു വലിയ പരാജയം പാർട്ടിക്ക് അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിന് തൊട്ട് പിന്നാലെ പാർട്ടി തന്നെ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ ജില്ലാതലത്തിലും ഒപ്പം ഏരിയ തിരിച്ചും പാർട്ടിയുടെ എല്ലാ തട്ടിലും ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു. ജനങ്ങളെ കൂടുതൽ അടുപ്പിച്ച് നിർത്തുവാനുള്ള നീക്കങ്ങളൊക്കെ അന്ന് നടത്തിയെങ്കിലും അത് എത്ര കണ്ട് വിജയപ്രദമായി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇതിനും അപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ജനകീയ പ്രശ്നങ്ങൾ, അതിനപ്പുറത്തേക്ക് ഈ സെൻസിറ്റീവായ ചില വിഷയങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ചും സ്വർണ്ണപ്പാളി വിവാദവും ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ആദ്യഘട്ടത്തിൽ UDF-ന് ഉപയോഗിക്കാൻ കിട്ടിയ പ്രധാനപ്പെട്ട ആയുധങ്ങൾ. അത് കൃത്യമായി അവരുപയോഗിക്കുകയും വിശ്വാസ സംഗമങ്ങൾ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതുവഴി ഒരു പരിധിവരെ ചില മേഖലകളിൽ അവർക്ക് വോട്ട് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. എങ്കിൽ തന്നെയും കഴിഞ്ഞ രണ്ട് പ്രാവശ്യമായിട്ട് 10 വർഷത്തിനിടയ്ക്ക് സംസ്ഥാനത്ത് ഇടത് സർക്കാർ നടത്തിയിട്ടുള്ള ഭരണപരമായ നേട്ടങ്ങളെയും ഭരണപരമായി ഉണ്ടായ കോട്ടങ്ങളെയും ചെറിയ തോതിലെങ്കിലും വിലയിരുത്തപ്പെട്ടു എന്ന് വേണമെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതിൻ്റെ കൂടെ നമുക്ക് പറയാൻ കഴിയും. ഒപ്പം നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല BJPക്ക് സമീപകാലത്തുണ്ടായിരിക്കുന്ന വലിയ തരത്തിലെ ഒരു വളർച്ച. ഈ കഴിഞ്ഞ ദിവസം തന്നെ BJPയുടെ സംസ്ഥാനത്തൊരു മുതിർന്ന നേതാവ് പറഞ്ഞ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അമിത്ഷാ ഞങ്ങൾക്ക് തന്ന ഒരു
ഒരു ടാർഗറ്റ് 25%. അതിൽ ഞങ്ങളുടെ പ്രധാന നോട്ടം തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിക്കും. അതിന് കൃത്യമായ രൂപരേഖ ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞ 6 മാസമായി രംഗത്തുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റു ചില കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് വീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ കേന്ദ്രങ്ങളിൽ ഞങ്ങൾ രണ്ടാമത് പരിശോധിച്ച് അവിടെ വീണ്ടും തിരിച്ചു വരാനുള്ള നേട്ടം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം കൃത്യമായി നമ്മുടെ സംസ്ഥാന സർക്കാർ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചു. പക്ഷേ അത് വോട്ടായി മാറുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ അവർ കൂടുതൽ ചിന്തിച്ചില്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായി ചെയ്ത പ്രവർത്തനങ്ങൾ അവരെന്തൊക്കെയാണോ ഏതൊക്കെ തരത്തിൽ എവിടെ നിന്നൊക്കെയാണോ വോട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് ആ മേഖലകളിലൊക്കെ തന്നെ വലിയ തരത്തിൽ അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ആ സ്ഥലങ്ങളിലൊക്കെ അവർ നന്നായി പ്രവർത്തിച്ചു. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ വലിയ തരത്തിലുള്ള നീക്കങ്ങൾ. ഓരോ വാർഡുകളിലും സംസ്ഥാന അധ്യക്ഷൻ തന്നെ രംഗത്തെത്തിയിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലും ചുക്കാൻ പിടിച്ചു. മാത്രവുമല്ല അവർ വലിയ തരത്തിൽ പ്രചരണം കൊടുത്തത് അവരുടെ സ്ഥാനാർത്ഥികൾക്കായിരുന്നു. വലിയ തരത്തിൽ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികളെ അവർ മുന്നോട്ട് കൊണ്ടുവന്ന് വിജയിക്കപ്പെടും എന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർ കൃത്യമായി ക്യാമ്പയിനുകൾ നടത്തി. അങ്ങനെ പക്ഷേ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഭരണവിരുദ്ധ വികാരം എന്തുമാത്രം പ്രതിഫലിച്ചു എന്നുള്ളതല്ല, പക്ഷേ ഭരണപരമായ നേട്ടങ്ങൾ കൃത്യമായും ആളുകളിൽ എത്തി. അതുകൊണ്ട് അത്തരത്തിൽ കിട്ടേണ്ട വോട്ടുകൾ കിട്ടും എന്നുള്ളൊരു അമിത പ്രതീക്ഷ CPIM-നുണ്ടായിരുന്നു. തെക്കൻ ജില്ലകളിൽ ഞാൻ എടുത്തു പറയുന്നു, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ കാര്യമായ പ്രവർത്തനമോ അല്ലെങ്കിൽ ഇവർ നടത്തുന്ന ജില്ലാതലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കവല പ്രസംഗങ്ങളോ അല്ലെങ്കിൽ കൺവെൻഷനുകളോ സംഘടിപ്പിച്ചില്ല. മാത്രവുമല്ല സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും വലിയ തരത്തിലുള്ള ഇടപെടലുകൾ. കാരണം ഇവിടെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, തെക്കൻ കേരളം ഒരിക്കൽ പോലും CPIM-നെ അല്ലെങ്കിൽ ഇടതുമുന്നണിയെ കൈവിടില്ല, അത് അവരുടെ വോട്ട് ബാങ്കാണ്, അത് അതേപോലെ തന്നെ നിലനിൽക്കും. ഇനി ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും PV അൻവർ ഫാക്ടർ, അത് കഴിഞ്ഞിട്ട് ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട് UDF അടുത്തുകൊണ്ടിരിക്കുന്നു. വെൽഫെയർ പാർട്ടിയും UDF-ഉം ലീഗുമായി ചേർന്ന് കൈകോർക്കുന്നു, SDP-യുമായി കൈകോർക്കുന്നു. ഇത്തരം വിഷയങ്ങൾ അലയടിച്ചുകൊണ്ട് നിൽക്കുന്ന വടക്കൻ കേരളത്തിലേക്ക് പോയാൽ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്ന മതവർഗ വികാരങ്ങൾ അത് എത്ര കണ്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ഭൂരിപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ചും ഈഴവ നായർ സമുദായ വോട്ടുകൾ അത് എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് എടുത്തു കഴിഞ്ഞാൽ വടക്കൻ കേരളത്തിൽ കൂടി പിടിമുറുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ CPIM-നുണ്ടായിരുന്നു. ആ പ്രതീക്ഷ അവിടെ അടിത്തെറ്റി. പക്ഷേ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ തെക്കൻ കേരളത്തിൽ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. BJPയുടെ പോക്ക് അവർ ഗൗരവപരമായി കാണാതെ മുന്നോട്ട് പോയി. കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി BJP നടത്തുന്ന ഓരോ നീക്കങ്ങളെയും കാണണമായിരുന്നു. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനെ വെച്ച് കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 50 എന്നൊരു മാജിക്കൽ ഫിഗറിൽ BJP എത്തിയെങ്കിൽ തന്നെയും UDF 10-ൽ നിന്നൊരു കുതിച്ചു കയറ്റത്തിലേക്ക് അവർ ഇരട്ടിയാക്കാനൊരു ശ്രമം നടത്തി. അതിൻ്റെ ആഘാതം ഉണ്ടായിരിക്കുന്നത് LDF-നാണ്. LDF നേടിയ സീറ്റുകളിൽ കുറവ് എന്ന് പറയുന്നത് കൃത്യമായും UDF-ഉം BJP അവരിൽ പിടിച്ചെടുത്ത സീറ്റാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് LDF-ന്റെ സ്ഥാനാർത്ഥികളെല്ലാം കൃത്യമായിരുന്നു, പക്ഷേ പ്രവർത്തനങ്ങളും കൃത്യമായിരുന്നു. പക്ഷേ എവിടെയോ അവരുടെ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ തെക്കൻ കേരളത്തിൽ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നു. അതുതന്നെയാണ് തെക്കൻ കേരളത്തിൽ LDF-ന് അടിപതറിയെന്ന് നമുക്ക് പറയാൻ കഴിയും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സമീപകാലത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുക മാത്രമാണ് സർക്കാർ ചെയ്തതിന് അതിനും അപ്പുറത്തേക്ക് സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ നടന്നു. വലിയ തരത്തിലെ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നു. ആ അന്വേഷണമൊക്കെ നടക്കുമ്പോഴും LDF-ന്റെ കിട്ടിയ ഏറ്റവും വലിയ ഒരു ആയുധമായിരുന്നു രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും വലിയ വിവാദപരമായ പ്രശ്നങ്ങൾ, സ്ത്രീ പ്രശ്നങ്ങൾ. അത്തരം സംഭവങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചെങ്കിലും അത് എത്ര കണ്ട് നമ്മുടെ കേരളത്തിൽ അത് LDF-ന് അനുകൂലമായൊരു തരംഗമാക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ അത് ചർച്ച ചെയ്യപ്പെട്ടെങ്കിൽ തന്നെയും അത് ആളുകളിൽ എന്തുമാത്രം സ്വാധീനിക്കപ്പെട്ടു, അതുവഴി സ്ത്രീ വോട്ടർമാരെ എന്തുമാത്രം അടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ തന്നെ പാർട്ടി പരിശോധിക്കണം. കാരണം ഇത്തരം പ്രശ്നങ്ങൾ, ഈ വില കുറഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് പോയി തന്നെയും അത് വോട്ടായി പ്രതിഫലിക്കത്തില്ല എന്നൊരു ഉദാഹരണം കൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം പോലുള്ള വ്യക്തികൾ നടത്തിയ അതിക്രമങ്ങളും കാര്യങ്ങളൊക്കെ. ഇവിടെ കൃത്യമായി ഒരു പോളിസി അല്ലെങ്കിൽ ഒരു നയം നടപ്പിലാക്കാൻ BJP ശ്രമിച്ചു. അതുപോലെ തന്നെ UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ സെമി ഫൈനലിൽ UDF പരാജയപ്പെട്ടാൽ, അടിപതറിയാൽ പിന്നീട് ഫൈനൽ എന്ന് പറയുമ്പോൾ നിയമസഭയിലേക്ക് നോക്കണ്ട, അവിടെ തകർന്നടിയും. അതിന് കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി
മനസ്സിലാക്കി, കാര്യങ്ങൾ ഗൗരവത്തോടെ കണ്ടു. നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകൊണ്ട് കെ മുരളീധരനെ പോലൊരു മുതിർന്ന നേതാവിന് പൂർണ്ണ ചുമതല നൽകി ഒരു കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി മേയർ സ്ഥാനാർത്ഥിയായ മുൻ MLA ശബരിനാഥനെ സ്ഥാനാർത്ഥിയാക്കുന്നു. അത്തരത്തിലൊരു നീക്കം നടത്തുവാൻ, അങ്ങനെ ഒരു ഷെഡ്യൂൾ തയ്യാറാക്കി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചിട്ടയായ പ്രവർത്തനം, സാധാരണഗതിയിൽ കോൺഗ്രസിനകത്ത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ചിട്ടയായ പ്രവർത്തനത്തെ കുറിച്ച് ഡി ബിനോയ് പറയുമ്പോൾ, ഇന്ന് ഈ വിജയത്തിന്റെ മണം അടിച്ച ഉടൻ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മയോടും ഐക്യത്തോടും കൂടിയിട്ട് സ്ഥാനാർത്ഥി നിർണയം നടത്തി എന്നുള്ളത് തന്നെയാണ്. ഡി ബിനോയ് പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് KPCC അധ്യക്ഷനും ഒന്നാമത്തെ കാര്യം, ഈ വിജയത്തിന്റെ ഒന്നാമത്തെ ഫാക്ടർ ഉത്തരം എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നോ മേൽഘടകങ്ങളിൽ നിന്നോ ഒരു ഇടപെടലും ഉണ്ടാവാത്ത രീതിയിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന് ആ കാര്യത്തിൽ പൂർണ്ണമായ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടാവണമെന്ന് വ്യവസ്ഥ വെച്ചു. ആ വ്യവസ്ഥ കൃത്യമായിട്ട് പാലിക്കപ്പെട്ടു. മറ്റു താല്പര്യങ്ങൾക്കൊന്നും ഇട നൽകാതെ കണിശതയോടുകൂടി സ്ഥാനാർത്ഥി നിർണയത്തിൽ പൂർണ്ണത വരുത്തി അത് കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ച് നടപ്പാക്കാൻ കഴിഞ്ഞതാണ് ഇതിലെ ഒന്നാമത്തെ വിജയത്തിന്റെ കാര്യമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഡി ബിനോയ് പറഞ്ഞു വന്നത് അത് തന്നെയാണ്. തീർച്ചയായും അത് തന്നെയാണ്. അതായത് അവരെന്താണോ മനസ്സിൽ കണ്ടത് അത് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ടത്, സാധാരണഗതിയിൽ സ്ഥാനാർത്ഥി നിർണയം വരുമ്പോൾ കോൺഗ്രസിനകത്ത് ആദ്യം തല പൊക്കുന്നത് ഗ്രൂപ്പാണ്, രണ്ടാമത് തല പൊക്കി വരുന്നത് ജാതി മത സമവാക്യങ്ങളാണ്. ഈ രണ്ട് സാധനങ്ങളും ഇത്തവണ കോൺഗ്രസിനകത്ത് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ജാതി സമവാക്യങ്ങളുടെ പേരിൽ വാചക കസർത്ത് നടത്തുന്ന നേതാക്കന്മാരോ അതല്ലെങ്കിൽ ഗ്രൂപ്പുകളുടെ പേരിൽ താഴെ തട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കന്മാരോ അറിഞ്ഞില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. കാരണം സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു പട്ടിക മുന്നിലെത്തിയപ്പോഴാണ് സാധാരണഗതിയിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുകയും പാർട്ടിയിൽ മതപരമായ ചേരിത്തിരിവുണ്ടാക്കുകയും ഗ്രൂപ്പ് തരത്തിൽ ചേരിത്തിരിവുണ്ടാക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ തലപൊക്കി വരിക. പക്ഷേ അതിനുള്ളൊരു അവസരം നൽകാതെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. ഒരു വിജയത്തിൻ്റെ ഒരു പ്രധാന പടി ആണ്, അല്ലെങ്കിൽ പടവാണ് നമുക്ക് പറയാൻ. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരിക്കൽ പോലും UDFനെ നമുക്ക് അവരുടെ നേട്ടത്തെ നമുക്ക് വില കുറിച്ച് കാണാൻ കഴിയത്തില്ല. കാരണം 19 സീറ്റ് തിരുവനന്തപുരത്ത് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിൽ ജീവശ്വാസത്തിന് വേണ്ടി ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ കോൺഗ്രസ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിൽ യോഗങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അന്ന് പ്രതിപക്ഷത്തിരുന്ന BJP കത്തിക്കയറുമ്പോൾ ഇവർ കിടന്ന് ബുദ്ധിമുട്ടുന്ന കണ്ടിരുന്നു. പക്ഷേ അവിടെ നിന്നും ഒരു ചെറിയ തരത്തിലല്ല വലിയ തരത്തിലുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പിന് അവർക്ക് കഴിഞ്ഞിരിക്കും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് UDFനെ മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു വെക്കാം. അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഈ 3 ജില്ലകൾ എടുക്കുമ്പോഴേക്കും UDFന് നിയമസഭയിലുള്ളത് 3 MLA-മാരാണ്. പത്തനംതിട്ടയിൽ MLA ഇല്ല. തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് മാത്രം M. വിൻസെൻ്റ്, കൊല്ലത്തേക്ക് വരുമ്പോൾ CR മഹേഷും ഒപ്പം PC വിഷ്ണുനാഥും, കുണ്ടറയിലും കരുനാഗപ്പള്ളിയിലും വിഴിഞ്ഞത്തും മാത്രമാണ് തെക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ അവർക്ക് MLA-മാരുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന UDFന് കുറച്ചുകൂടി വൈകാരികമായും ആവേശപരമായും അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടിയുള്ളൊരു ശക്തി അവർക്ക് കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിത ഊർജവുമായി ഇവർ മുന്നോട്ട് വരും. ആ ഊർജം ഒരു പക്ഷേ നിയമസഭയിൽ UDFന് വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം UDF പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഗ്രാമങ്ങളിലും ഒപ്പം തന്നെ ബ്ലോക്ക് തലത്തിലുമൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ആ നേട്ടം ഒരു പക്ഷേ നിയമസഭയിൽ നിഴലിച്ചാൽ നമ്മൾ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണമാറ്റത്തിന്റെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. വടക്കൻ അതിൽ ഈ വർദ്ധിത വീര്യത്തോടുകൂടി UDFന് രംഗപ്രവേശം ചെയ്യാൻ കഴിയും നിയമസഭയിലേക്ക് എന്ന് ഡി ബിനോയ് പറയുമ്പോൾ, ആ വർദ്ധിത വീര്യത്തിന്റെ തുല്യ അളവ് LDFന് ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല LDFന് ഒരു അധിക ബാധ്യത കൂടി വരുന്നുണ്ട്. അതായത് തിരുവനന്തപുരത്ത് ഈ LDFന്റെ CPIM-ന്റെ ഭരണസിരാകേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ അതിൻ്റെ ഭരണത്തിൻ്റെ നേതൃത്വത്തിലേക്ക് NDA വരുന്നു എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിട്ട് വലിയൊരു തിരിച്ചടിയായിട്ട് മാറും. സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വീണ്ടും അധികാരത്തിൽ വരിക എന്നതിനൊപ്പം തന്നെ
അവിടെ BJP ഉണ്ടാക്കിയിട്ടുള്ള വലിയ മുന്നേറ്റത്തെ പ്രതിരോധിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ NDA ഉണ്ടാക്കിയിട്ടുള്ള ആ മുന്നേറ്റത്തിനെ ഇല്ലാതാക്കാൻ കൂടി കഴിയുന്നിടത്താണ് LDFന് അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു നിലപാട് മുന്നിട്ട് നിർത്താൻ കഴിയുക. UDFനെ സംബന്ധിച്ചിട്ട് അങ്ങനെ ഒരു നിർബന്ധം അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയില്ല. UDFനെ സംബന്ധിച്ചിട്ട് അധികാരത്തിലേക്ക് വരിക ഈ പറയുന്ന തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് അവർക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അത് തന്നെ അവരുടെ വലിയ കാര്യമായിട്ട് അവർക്ക് മുന്നോട്ട് വെക്കുകയും ചെയ്യാം. പക്ഷേ LDFനെ സംബന്ധിച്ചിട്ട് ഒരേ സമയത്ത് തിരുവനന്തപുരം അടക്കമുള്ള ഇടങ്ങളിൽ വിജയം നേടുകയും ആ വിജയത്തിൽ BJPയെ ഒന്നുകൂടി ഇപ്പോൾ നേടിയിരിക്കുന്ന വിജയത്തെ ഇല്ലാതാക്കുകയും ചെയ്താൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്ത കൂടി അവരിലേക്ക് വരും. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ LDF കൺവീനർ മാത്രമേ ഇതുവരെ സംസാരിച്ചിട്ടുള്ളൂ. അത് സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുമെന്ന്. ഇപ്പോൾ തത്സമയം AK സെന്ററിൽ അടക്കമുള്ള ഇടതുപക്ഷ ചിന്താ കേന്ദ്രങ്ങളിൽ വലിയ കൂലങ്കഷമായിട്ടുള്ള ചിന്തകൾ നടക്കുകയായിരിക്കും. പ്രത്യേകിച്ചും ഇന്ന് വൈകിട്ട് തന്നെ, ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് എന്ത് പറയേണ്ടിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ളൊരു കുറിപ്പ് തയ്യാറാക്കുന്നുണ്ടായിരിക്കും. ഞാൻ വിചാരിക്കുന്നത് ആ കുറിപ്പ് എന്ന് പറയുന്നത് ഇത് ഒരു രാഷ്ട്രീയ വോട്ടിംഗ് അല്ല നടന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാത് ഇടങ്ങളിലെ പ്രാദേശിക സ്വഭാവമുള്ള കാര്യങ്ങളും സ്ഥാനാർത്ഥികളുടെ വ്യക്തി താല്പര്യങ്ങളും വർഗീയ അജണ്ടകളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു വിജയമായിട്ടാണ്, അല്ലാതെ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പല്ല നടന്നത് എന്നായിരിക്കും വ്യാഖ്യാനങ്ങളിൽ ഒന്നായിട്ട് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനുള്ള ഉത്തരമായിട്ട് ഒരു പക്ഷേ വരാൻ സാധ്യതയുള്ളത്. ഒപ്പം തന്നെ BJPയുമായിട്ട് ചേർന്നുകൊണ്ട് UDF വോട്ട് കച്ചവടം നടത്തിയെന്നടക്കമുള്ള കാര്യങ്ങളും ഒരു പക്ഷേ വന്നേക്കാം. ഒപ്പം തന്നെ വോട്ടുകളിലെ ഈ കണക്കുകൾ വെച്ചുകൊണ്ട്, അതിനകത്തെ കണക്കുകൾക്കകത്തെ കളി വെച്ചുകൊണ്ട് എന്താണ് LDFന് അതിൻ്റെ അടിത്തറയ്ക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല, മറിച്ച് കൂടുകയാണ് ചെയ്തിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിശകലനങ്ങൾ വന്നു എന്നും വന്നേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോഴത്തെ ഈ ഒരു തിരിച്ചടിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരു ബദൽ സമീപനം എന്താണ് ഉണ്ടാക്കുക, അത് നടപ്പിലാക്കിയെടുക്കാനുള്ള സമയമുണ്ടോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. ഇതുവരെ LDF മുന്നോട്ട് വെച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങൾ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് ഈ ഭരണ നേട്ടങ്ങൾ, മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ളവർ ഉണ്ടാക്കിയ ലൈംഗിക വൈകൃതങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർത്തിവിട്ട ആരോപണങ്ങൾ, അതൊന്നും ഏറ്റിട്ടില്ല. അതായത് ഇതുവരെ പറഞ്ഞ ഒന്നും ഏറ്റില്ല എങ്കിൽ പിന്നെ ഇനി ബാക്കിയുള്ള ഈ സമയത്ത് എന്ത് വെച്ചുകൊണ്ട് നേരിടും എന്നിങ്ങനെയുള്ള അത്യധികം സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണ്